ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുണ്യഭൂമിയിൽ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന നിമിഷമാണ് ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള അലങ്കാര ദർശനം. പവിത്രമായ കളഭക്കൂട്ടുകളാൽ തീർത്ത കണ്ണൻ്റെ രൂപം കാണുമ്പോൾ ഏതൊരു ഭക്തൻ്റെയും മനസ്സ് ആനന്ദത്താൽ നിറയുന്ന നിമിഷമാണത്. ഇന്നത്തെ അലങ്കാരം ഭഗവാന്റെ ഐതിഹാസികമായ കാളിയമർദ്ദന രൂപമാണ്. അഹങ്കാരത്തെ അമർച്ച ചെയ്ത് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഈ രൂപം വെറൊരു അലങ്കാരമല്ല, അത് ആത്മീയമായ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കാളിയൻ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന മിടുമിടുക്കനായുള്ള ഒരു ഉണ്ണിക്കണ്ണനാണ് ഇന്ന് കളഭത്താൽ ചാർത്തിയിട്ടുള്ളത്. 10 വിടർത്തി നിൽക്കുന്ന കാളിയൻ്റെ ശിരസിലാണ് പൊന്നുണ്ണിക്കണ്ണൻ നിലകൊള്ളുന്നത്. ഭയങ്കരനായ ആ സർപ്പത്തിൻ്റെ പത്തിയിൽ പോലും ലാഘവത്തോടെ നിൽക്കുന്ന ഭഗവാന്റെ രൂപം അതിമനോഹരാണ്. ഭഗവാന്റെ കുഞ്ഞു കാലുകളിൽ പൊൻതളകൾ തിളങ്ങുന്നുണ്ട്. അരയിൽ പട്ടുകോണകവും കിങ്ങിണിയും ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ സുന്ദരമായ മാങ്ങാമാലയും പതക്കവും ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വളയം പോലെയുള്ള മാലയും തിളങ്ങുന്നുണ്ട്. കൈകളിൽ കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ്റെ വലത് കൈയിൽ മാറോട് ചേർത്ത് പിടിച്ച രീതിയിൽ ഒരു ഓടക്കുഴലുണ്ട്. ഇടത് കൈകൊണ്ട് കാളിയൻ്റെ വാലിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ മുഖത്തൊന്ന് നോക്കി നോക്കൂ, എന്താ മന്ദഹാസം! നല്ല ഭംഗിയുള്ള മുഖത്തിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മന്ദഹാസമാണ്. ചെവിപ്പൂക്കളും സ്വർണ്ണഗോപിയും അണിഞ്ഞ ഭഗവാന്റെ മുഖം ഇങ്ങനെ മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദര കുട്ടനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഭക്തർക്ക് പരമാനന്ദം ഏകുന്ന ഉണ്ണിക്കണ്ണൻ. കാളിയനെ മർദ്ദിക്കുമ്പോഴും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാന്റെ കിരീടത്തിന് മുകളിൽ 3 തിരുമുടിമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും ഇടകലർന്നാണ് ഈ മാലകളൊക്കെ കോർത്തിട്ടുള്ളത്. പിന്നെ മാറിലിങ്ങനെ ഉണ്ടമാലകളുണ്ട്. താമരപ്പൂവ് കൊണ്ടുള്ള ഒരു വലിയ ഉണ്ടമാലയുണ്ട്. പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും കൂടി ചേർത്തിട്ട് വേറൊരു ഉണ്ടമാല കൂടി ഭഗവാന്റെ കഴുത്തിലുണ്ട്. തിരുമുടിക്ക് മുകളിലായിട്ട് വിധാനമായിട്ടും ഉണ്ടമാലകൾ തന്നെയാണ് ഉള്ളത്. താമരയും തുളസിയും ചേർത്തിട്ട് 4-5 ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്. പുഷ്പാലങ്കാരത്തിലും നെയ്വിളക്കിൻ്റെ പ്രഭയിലും ശ്രീലകം ഇങ്ങനെ പ്രഭാപൂർണമായിരിക്കുകയാണ്. അതിനുള്ളിൽ നമ്മുടെ മന്ദഹാസം പൂണ്ട് നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഉണ്ണിക്കണ്ണൻ. കാളിയമർദ്ദനം എന്ന് പറയുന്നത് വെറും ഒരു കഥയൊന്നുമല്ല. നമ്മുടെ ഉള്ളിലെ അഹങ്കാരാവുന്ന കാളിയനെ അമർച്ച ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ നമ്മുടെ മനസ്സാകുന്ന കാളിയപ്പത്തിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ അവിടെയുള്ള വിഷം അഥവാ തിന്മ മാറിയിട്ട് അവിടെ അമൃത് അല്ലെങ്കിൽ നന്മ നിറയുകയാണ് ചെയ്യുക. എൻ്റെ കണ്ണ, എല്ലാവരുടെയും ഹൃദയത്തിലെ അഹങ്കാരവും അജ്ഞാനവും മാറ്റിയിട്ട് അവിടെ നന്മ നിറയ്ക്കണേ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കണ്ണ, നിന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളെ മാറ്റി നന്മകൾ മാത്രം നിറയ്ക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദർശനം പൂർത്തിയാക്കാം. എല്ലാവർക്കും ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.